ജൂവന്റെ ഷോപ്പിംഗ് മാളിൽ വെച്ച് സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് റൈം ചെയ്യുന്ന ഷോട്ട് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞ ഡയറക്ടർ അവളെ കൊണ്ട് വീണ്ടും വീണ്ടും അത് ചെയ്യിച്ച് അവളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഈ സമയത്ത് അവിടേക്ക് വന്ന ജൂവൻ അവളുടെ വലിയ ഫാനാണ്, അതുകൊണ്ട് അവളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് ഡയറക്ടറോട് റിക്വസ്റ്റ് ചെയ്ത് വലിയ ഹീറോ ആയിട്ട് നിൽക്കുന്നുണ്ട്. അവൻ ആ മാളിന്റെ CEO ആണ് എന്നൊക്കെ അറിഞ്ഞ് റൈം ആകെ ഷോക്കായി നിൽക്കുകയാണ്. ഇങ്ങനെ വന്ന് അവളെ പ്രൊട്ടക്ട് ചെയ്തത് പോരാഞ്ഞിട്ട് ആ സിനിമയുടെ ഷൂട്ടിങ്ങിനത്തെ എല്ലാവർക്കും അന്ന് ഡിന്നർ തന്റെ വകയാണ്, ഇനി ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി ഷൂട്ടിംഗ് ചെയ്താൽ മതി എന്ന് അവൻ പറയുന്നു. ഡയറക്ടർ അത് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാനായി ഇരിക്കുന്നു. റൈമും ബാക്കിയുള്ളവർക്കൊപ്പമാണ് ഇരുന്നത്. പക്ഷെ അവിടേക്ക് എത്തിയ ജൂവൻ അവളെ കുറച്ച് സമയത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് തനിക്കൊപ്പം 9ാമത്തെ ഫ്ലോറിൽ വന്ന് ഫുഡ് കഴിക്കാൻ പറഞ്ഞ് അവളെയും അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നു. കയ്യിൽ നിന്ന് വിടാനൊക്കെ അവൾ പറയുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നതേയില്ല. 9th ഫ്ലോറിൽ ഒരു റൂമിൽ അവൾക്ക് വേണ്ടി ഗംഭീരമായിട്ടുള്ള ട്രീറ്റ് തന്നെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. കാൻഡിൽസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് വളരെ റൊമാൻറ്റിക് മൂഡിലാണ് അവൻ അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ടേബിളിലിരിക്കുന്ന ഡിഷസ് കണ്ട് അവളുടെ കണ്ണ് തള്ളുന്നു. അവൻ നിർബന്ധിച്ചപ്പോൾ അവൾ കഴിക്കാനായി ഇരിക്കുന്നു. അവൻ കസേര പുറകിലേക്ക് നീക്കിയിട്ട് കൊടുക്കാൻ തുടങ്ങുന്നുണ്ട്. പക്ഷെ അത് പ്രതീക്ഷിക്കാതെ അവൾ വീഴാൻ തുടങ്ങുന്നു. ഞാൻ നിനക്ക് കസേര നീക്കിയിട്ട് തരാൻ തുടങ്ങുമല്ലായിരുന്നോ? ഇങ്ങനെ നിന്റെ ജീവിതത്തിൽ ആരും ചെയ്തിട്ടില്ലേ എന്ന് അവൻ ചോദിച്ചപ്പോൾ എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഇതൊക്കെ വേറെ വല്ല പെമ്പിള്ളേർക്ക് വേണ്ടി ചെയ്തു കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് അവൾ തനിയെ കസേര വലിച്ചിട്ട് അവിടെ ഇരിക്കുന്നു. അവനും മറുവശത്ത് ചെന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവളൊരു സ്പൂൺ എടുത്ത് മെഴുകുതിരിയൊക്കെ അണയ്ക്കുന്നുണ്ട്. അത് കണ്ട് അവൻ അന്തം വിട്ടപ്പോൾ ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ ഇരിക്കുന്നു. അവൻ അവിടുത്തെ പ്രസിഡന്റ് ആണ് എന്ന് ഇതുവരെ പറയാതിരുന്നത് എന്താണ് എന്ന് അവൾ ചോദിച്ചപ്പോൾ ഞാൻ നിന്നോട് പലതവണ പറഞ്ഞതാണ് നീ വിചാരിക്കുന്നത് പോലെ ഒരാളല്ല ഞാനെന്ന്. പക്ഷെ നീ അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? എൻ്റെ വില കൂടിയ ജാക്കറ്റിനെ കളിയാക്കിയതൊക്കെ ഓർത്ത് നിനക്കിപ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ടായിരിക്കും അല്ലേ എന്നവൻ ചോദിക്കുന്നു. അവൾ അത് സമ്മതിക്കുന്നുണ്ട്. ഇത്ര പെട്ടെന്ന് നീ എന്താണ് ഇങ്ങനെ സമ്മതിച്ചത്? നീ സാധാരണ ഇങ്ങനെ അല്ലല്ലോ എന്നവൻ ചോദിച്ചപ്പോൾ ഇനി മുതൽ ഞാൻ നിന്നോട് ദേഷ്യപ്പെടാൻ പോകുന്നില്ല. ഞാൻ ദേഷ്യപ്പെടുന്നതാണ് നിനക്ക് ഇഷ്ടമെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഇനി ഞാൻ നിന്നോട് ദേഷ്യപ്പെടുന്നില്ല. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്, ഞങ്ങളുടെ ആക്ഷൻ സ്കൂളിലേക്കും വരരുത് എന്ന് ഒരു വാണിംഗ് പോലെ പറഞ്ഞിട്ട് അവൾ ഫുഡ് കഴിക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അവൻ ഇതിനിടയിൽ വീണ്ടും മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെച്ച് പ്രതീക്ഷയോടെ ഇരുന്നതാണ്. എല്ലാം വെറുതെയായി. റൈം താഴെ എത്തിയപ്പോഴേക്കും ബാക്കി എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയിട്ടുണ്ടായിരുന്നു. അവൾ അവിടെ ചെന്നിരുന്ന് കുറച്ച് ഭക്ഷണം കഴിക്കാമെന്ന് കരുതിയതാണ്. പക്ഷെ അപ്പോഴേക്കും അവൾക്ക് പുറകെ അവിടെ എത്തിയ ജൂവൻ അവൾക്ക് ഫുഡ് കൊടുക്കണ്ട എന്ന് അവിടുത്തെ സ്റ്റാഫിനോട് പറയുന്നു. അവൾ മുന്നിൽ ഇരിപ്പുണ്ടായിരുന്ന ചോറ് എടുത്ത് കഴിക്കാൻ തുടങ്ങിയെങ്കിലും അവൻ അത് സമ്മതിക്കുന്നില്ല. നിനക്കിത് എന്തിന്റെ കുഴപ്പമാണ്? മേളിലിരുന്ന് നിനക്ക് ഭക്ഷണം കഴിച്ചുകൂടായിരുന്നോ? നിനക്ക് എന്താണ് അവിടെ ഇഷ്ടപ്പെടാതിരുന്നത്? ഞാൻ കാൻഡിൽസ് കത്തിച്ചതോ? അതോ അവിടെ വൈൻ ഉണ്ടായിരുന്നതോ? അതോ ഞാൻ നിനക്ക് വേണ്ടി കസേര വലിച്ചു തന്നതോ? എന്താണ് നിനക്ക് ഇഷ്ടപ്പെടാതിരുന്നത് എന്നൊക്കെ അവൻ ചോദിക്കുന്നു. എനിക്കതൊന്നും ഇഷ്ടമായില്ല, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് മേശപ്പുറത്ത് വെക്കുന്നു. ഇപ്പോൾ എൻ്റെ കയ്യിൽ ആകെ ഇത് മാത്രമേ ഉള്ളൂ. ആശുപത്രിയിലായതിനും എന്നെ വീട്ടിൽ കൊണ്ടുവിട്ടതിനും എല്ലാം കൂടി ഇത്രയും പോരാ എന്ന് എനിക്കറിയാം. ബാക്കി കുറച്ച് ദിവസത്തിനുള്ളിൽ ഞാൻ തന്നു തീർത്തോളാം. പിന്നെ ഫുഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ, നീ എല്ലാവർക്കും ഫുഡ് വാങ്ങിക്കൊടുത്തത്, അതുകൊണ്ട് എനിക്ക് അതിൽ ബാധ്യതയില്ല എന്ന് പറഞ്ഞ് അവൾ എഴുന്നേറ്റ് പോകുന്നു. ശരിക്കും നിന്റെ പ്രശ്നം എന്താണ്? നീ അവിടെ നിന്ന് സോറി പറയുന്നത് കണ്ടിട്ടാണ് ഞാൻ താഴേക്കിറങ്ങി വന്നത് എന്ന് പറഞ്ഞപ്പോൾ അവൾ നിൽക്കുന്നു. ഷൂട്ടിംഗ് സമയത്ത് ഡയറക്ടർ അവളെ കൊണ്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും ഷോട്ട് ചെയ്യിക്കുന്നതും അവൾ എല്ലാവരുമായി സോറി പറയുന്നതുമൊക്കെ അവൻ മുകളിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അത് കണ്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് അവൻ താഴേക്കിറങ്ങി വന്നത്. തന്നെ സഹായിക്കാൻ വേണ്ടിയാണ് അവൻ വന്നത് എന്ന് കേട്ടപ്പോൾ അവൾക്ക് ചെറിയൊരു സോഫ്റ്റ് കോർണർ ഉണ്ടാവുന്നെങ്കിലും അത് പുറത്ത് കാണിക്കാതെ സോറി പറയുന്നതിൽ എന്താണ് ഇത്ര കുഴപ്പം? ഒരു ദിവസം ഒരു 100 തവണയോ 1000 തവണയോ ആ വാക്ക് പറയുന്നതിന് എനിക്ക് ഒരു മടിയുമില്ല. എൻ്റെ ജീവിതം അങ്ങനെയാണ്. അത് പറഞ്ഞുവെന്ന് വെച്ച് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ നീ കാരണം ഞാൻ വലിയ കണക്ഷൻസ് ഉപയോഗിച്ചതാണ് എന്ന് ഇവിടെയുള്ള എല്ലാവരും വിചാരിക്കും. ഇത് കാരണം ഞാൻ ഇനി എത്ര പേരോട് സോറി പറയേണ്ടി വരുമെന്ന് നിനക്കറിയാമോ? നീ എന്താ വല്ല സ്വപ്നലോകത്തുമാണോ ജീവിക്കുന്നത്? എല്ലാവരുടെയും ഡിന്നർ ടേബിളിൽ മെഴുകുതിരിയും വൈനും ഒക്കെ ഉണ്ടെന്നാണോ നിന്റെ വിചാരം? നിന്നെ പോലെ ഒരു പണക്കാരന്റെ സഹായം എനിക്ക് ആവശ്യമില്ല. ഇനി മേലിൽ നിന്നെ എൻ്റെ മുന്നിൽ കണ്ടുപോകരുത് എന്നൊക്കെ വളരെ ദേഷ്യത്തിൽ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. തിരികെ ലൊക്കേഷനിലേക്ക് എത്തിയപ്പോൾ അവനോടുള്ള വാശി പോലെ മുന്നിൽ കണ്ട എല്ലാവരോടും അവൾ ഓടി നടന്ന് സോറി പറയുന്നുണ്ട്. പക്ഷെ അവൾ തിരിച്ചു ചെന്നപ്പോഴേക്കും ഡയറക്ടറുടെ ആറ്റിറ്റ്യൂഡ് വല്ലാതെ മാറിയിരുന്നു. അവൾ ഇത്രയ്ക്ക് VIP ആണ് എന്ന് അറിഞ്ഞതോടെ അവളെ ഒരു സ്ഥലത്ത് മാറ്റിയിരുത്തിയിട്ട് ചെയറിനെ കൊണ്ട് തന്നെ ആ ഡിഫിക്കൽട്ടായിട്ടുള്ള ഷോട്ട് ചെയ്യിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരുന്നു. ഇനിയിപ്പോൾ റൈം ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ കൂടെ അവിടെ സൈഡിൽ വന്നിരുന്ന് സീൻ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കിയാൽ മതി, ചേരൻ തന്നെ ഇത് ചെയ്തോളും എന്ന് ഡയറക്ടർ പറയുന്നു. എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ചേരൻ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം അതൊന്നും മൈൻഡ് ചെയ്യാതെ റൈമിനെ അടുത്തേക്ക് വിളിച്ചിട്ട് അവിടെ നിന്ന് മുന്നോട്ട് പോകുന്നു. നിന്നോട് ജൂവനെ അറിയാമോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ നീ അറിയില്ലെന്നല്ലേ പറഞ്ഞത്? എന്നിട്ടിപ്പോൾ നിങ്ങൾ തമ്മിൽ നല്ല പരിചയമുണ്ടല്ലോ എന്ന് ചോദിച്ച് ചേരൻ അവളെ വഴക്ക് പറയുന്നു. എനിക്ക് ശരിക്കും അവൻ്റെ പേരറിയില്ലായിരുന്നു എന്ന് റൈം പറയുന്നുണ്ട്. പക്ഷെ ചേരൻ അത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. നീനെ കളിയാക്കാൻ നോക്കുകയാണോ? നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് പരിചയപ്പെട്ടത് എന്നൊക്കെ ചേരൻ വീണ്ടും ചോദിക്കുന്നു. ഇത്തവണ റൈമിന് ശരിക്കും ദേഷ്യം വരുന്നു. നീ എന്താണ് എപ്പോഴും എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ എന്തിനാണ് നിന്നോട് ഇതിനൊക്കെ മറുപടി പറയുന്നത്? എനിക്ക് പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് തിരിഞ്ഞ് നടക്കുന്നുണ്ട്. ആക്ഷൻ സ്കൂളിലെ സ്റ്റാഫുകളിൽ ഒരാൾ തിരികെ എത്തിയ ശേഷം ജങ്സുവിനോട് ജൂവനെ കുറിച്ച് പറയുന്നു. അന്ന് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നടന്നതിനെ കുറിച്ചൊക്കെ അവൻ വിശദീകരിച്ച് പറയുന്നുണ്ട്. ജൂവൻ എല്ലാവരുടെയും മുന്നിൽ വലിയ ഹീറോ ആയി അവളെ പ്രൊട്ടക്ട് ചെയ്ത കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവളും അവിടേക്ക് കയറി ചെല്ലുന്നു.
അവൻ ആ ഷോപ്പിംഗ് മാളിന്റെ ഓണർ ആയിരുന്നു എന്ന് നിനക്ക് ശരിക്കും അറിയില്ലായിരുന്നു. നിനക്കിപ്പോൾ ലോട്ടറി അടിച്ച പോലെ ആയല്ലോ, ഇനിയിപ്പോൾ ഷൂട്ടിങ്ങിനൊന്നും വരേണ്ട കാര്യമില്ലായിരിക്കും. നീ ഇനി ഇവിടെ നിന്ന് പോകാൻ തുടങ്ങുകയാണോ എന്നൊക്കെ സീനിയർ അവളോട് ചോദിക്കുന്നു. ജങ്സു ആണെങ്കിൽ ഇതൊന്നും കേൾക്കാതെ മട്ടിൽ എന്തോ കാര്യമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. റായും ആകെ ടെൻഷനായിട്ട് ഞാൻ എന്തിനാണ് ഈ ജോലി വേണ്ടെന്ന് വെക്കുന്നത്, എനിക്ക് അവനെ അറിയുക പോലുമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് തിരികെ പോകാൻ തുടങ്ങുന്നു. പെട്ടെന്ന് അവളുടെ തോളിൽ കിടന്നിരുന്ന ബാഗ് പൊട്ടി താഴെ വീഴുന്നുണ്ട്. നിനക്ക് പുതിയൊരു ബാഗ് മേടിച്ചുകൂടാ എന്ന് പറഞ്ഞ് സീനിയർ അവളെ കളിയാക്കുന്നു. റായും പക്ഷെ അത് എടുത്തുകൊണ്ട് മറുപടി ഒന്നും പറയാതെ അവിടെ നിന്ന് പോകുന്നു. ഓസ്ക അന്നൊരു ഫോട്ടോഷൂട്ടിന് പോയ സമയത്ത് അതിന്റെ ഡയറക്ടർ പറഞ്ഞ് യൂൻസിയോൾ തിരികെ നാട്ടിലെത്തി ഇതുപോലെയുള്ള ആർട്സ് ഒക്കെ എടുത്ത് ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് അറിയുന്നു. അവളെക്കുറിച്ച് കേട്ട് അവൻ കുറച്ച് മൂഡ് ഓഫ് ആവുന്നുണ്ട്. അങ്ങനെ തിരികെ വീട്ടിലെത്തി അവളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് അവന്റെ അസിസ്റ്റന്റ് വിളിച്ചിട്ട് ജുവന്റെ ഷോപ്പിംഗ് മാളിൽ നിന്ന് 25ാമത്തെ ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ട് അവന്റെ ഒപ്പം ഉള്ള വെക്കേഷൻ പാക്കേജ് ആണ് നൽകിയിരിക്കുന്നത് എന്നുള്ള വിവരം അവനെ അറിയിക്കുന്നത്. അതിന്റെ പോസ്റ്ററും അവനെ ഇട്ടുകൊടുക്കുന്നു. ജുവൻ അവന്റെ പെർമിഷൻ വാങ്ങിക്കാതെയായിരുന്നു ഇതൊക്കെ പ്ലാൻ ചെയ്തിരുന്നത്. ഓസ്ക അത് കണ്ട് ആകെ ചൂടായി ജുവന്റെ അടുത്തേക്ക് ചെന്ന് പ്രശ്നമുണ്ടാക്കുന്നു. ജുവൻ ആണെങ്കിൽ റായും മേശപ്പുറത്ത് വെച്ചിട്ട് പോയ ആ പൈസയും എടുത്തുകൊണ്ട് വന്ന് അവന്റെ മുന്നിൽ വെച്ചിട്ട് അതെന്ത് ചെയ്യണമെന്നറിയാതെ അതിലേക്ക് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ആ സമയത്താണ് ഓസ്ക ചെന്നത്. എന്നോട് പെർമിഷൻ ചോദിക്കാതെയാണോ എന്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്, ഞാൻ എന്തായാലും ഇതിന് വരാൻ പോകുന്നില്ല, നീ വേറെ ആരെങ്കിലും വിളിച്ച് വിടുകയുള്ളൂ എന്നൊക്കെ ഓസ്ക പറയുന്നുണ്ടെങ്കിലും നീ വെറുതെ ഇങ്ങനെ ബഹളം വെക്കണ്ട, എന്തായാലും അവസാനം നീ ഇത് ചെയ്യും, അതുകൊണ്ട് ഇതിനു വേണ്ടി വെറുതെ സമയം കളയാതെ എന്ന് പറഞ്ഞ് ജുവൻ അത് നിസ്സാരമായി തള്ളി കളയുന്നു. ജുവൻ ഈ ഓഫർ വെച്ചിരിക്കുന്ന ആ സമയത്ത് ഓസ്ക ഒരു മ്യൂസിക് ആൽബത്തിന്റെ ഷൂട്ടിംഗ് ഏറ്റിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ ഇത്രയും പ്രശ്നമുണ്ടാക്കിയത്. പക്ഷെ രണ്ടും കൂടി അറേഞ്ച് ചെയ്ത് എങ്ങനെയെങ്കിലും ഡീൽ ചെയ്യാൻ പറഞ്ഞ് ജുവൻ അവനെ തിരിച്ചയക്കുന്നു. അവനോട് അതിന് ചെല്ലില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നെങ്കിലും മാനേജറുടെ അടുത്ത് ചെന്നപ്പോൾ ആ വെക്കേഷൻ പാക്കേജ് കൂടി ചെയ്യുന്നതിനെ കുറിച്ച് ഓസ്ക റിക്വസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. മാനേജറും അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് ഇപ്പോഴാണ് അറിഞ്ഞത്. ഓൾറെഡി മ്യൂസിക് ആൽബം ചെയ്യാൻ വേണ്ടി ഞാനൊരു ഡയറക്ടറെ കണ്ടെത്തി കഴിഞ്ഞു, ഇനിയിപ്പോൾ അത് മാറ്റാൻ പറ്റില്ല, എങ്ങനെയെങ്കിലും ഇത് ഡീൽ ചെയ്തോളാൻ പറഞ്ഞ് മാനേജർ അവനോട് ദേഷ്യപ്പെടുന്നുണ്ട്. അടുത്ത ദിവസം ജങ്സു ജുവന്റെ ഓഫീസിലെത്തി അവനെ കാണുന്നുണ്ട്. ജങ്സുവിനെ ആദ്യം മുതലേ അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ട് ജുവൻ അത്ര നല്ല ട്രീറ്റ് ഒന്നും അല്ല കൊടുത്തത്. പക്ഷെ ജങ്സു അതൊന്നും കാര്യമാക്കാതെ അവിടെ നിന്ന് സംസാരിക്കുന്നു. തന്റെ സ്റ്റുഡൻസിനെ ട്രീറ്റ് ചെയ്തതിന് താങ്ക്സ് പറയാനാണ് വന്നത് എന്ന് ജങ്സു പറഞ്ഞപ്പോൾ, നിന്റെ സ്റ്റുഡൻസിനെ മാത്രമല്ല ഞാൻ ട്രീറ്റ് ചെയ്തത്, ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും ട്രീറ്റ് ചെയ്തു, അതുകൊണ്ട് ഇങ്ങനൊരു പ്രത്യേകം നന്ദി പറച്ചിലിന്റെ ആവശ്യമില്ല എന്ന് ജുവൻ പറയുന്നു. റായും നല്ല കഴിവുള്ള കൂട്ടത്തിലാണ്. അവളുടെ വളർച്ചയ്ക്ക് നീ ഒരു തടസ്സമാവരുത്, വെറുതെ അവളുടെ പുറകെ നടന്ന് ശല്യം ചെയ്യരുത്, ഇനിയിപ്പോൾ ആക്ഷൻ സ്കൂളിലേക്ക് വരേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് അങ്ങോട്ട് വന്ന് ഞങ്ങൾക്ക് ശല്യം ഉണ്ടാക്കരുത് എന്നൊക്കെ ജങ്സ് പറഞ്ഞപ്പോൾ, അവളുടെ വളർച്ചയ്ക്ക് തടസ്സമാവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ അവളെ സഹായിക്കാൻ എനിക്ക് ഉദ്ദേശമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനിയും അങ്ങോട്ട് വരും എന്ന് തന്നെയാണ് ജുവൻ പറഞ്ഞത്. ജങ്സ് ഉടനെ തിരികെ പോകുന്ന വഴി താഴെ ഷോപ്പിംഗ് മാളിൽ ബാഗുകൾ വിൽക്കുന്ന സ്ഥലം കണ്ടപ്പോൾ റായിമിനെ ഓർക്കുന്നുണ്ട്. അന്ന് യൂൻസിയോൾ ജുവനെ കാണാനായി വീട്ടിലേക്ക് വരുന്നു. ഓസ്കയും അതിന്റെ തൊട്ടടുത്ത് തന്നെയാണല്ലോ താമസിക്കുന്നത്. ഓസ്കയുടെ മാനേജർ അവളെ കണ്ടപ്പോൾ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ഓസ്കയെ കാണാൻ വന്നതായിരിക്കുമോ എന്ന് കരുതി അയാൾ ഉടനെ തന്നെ അസിസ്റ്റന്റിനെ വിളിച്ച് ഓസ്ക ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്നറിയുന്നു. ഉടനെ അങ്ങോട്ട് വരില്ല എന്നറിഞ്ഞപ്പോഴാണ് അയാൾക്ക് സമാധാനമായത്. യൂൻസിയോൾ നേരെ അയാളുടെ അടുത്തേക്കാണ് ചെന്നത്. എന്തിനാണ് ഇങ്ങനെ ഓസ്കയുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നതെന്ന് മാനേജർ ചോദിച്ചപ്പോൾ, ഞാൻ ഓസ്കയെ കാണാൻ വന്നതല്ല, ജുവനെ കാണാൻ വന്നതാണ് എന്ന് അവൾ പറയുന്നു. ജുവനുമായിട്ട് എന്താണ് കണക്ഷൻ എന്ന് അയാൾ ചോദിക്കുന്നുണ്ടെങ്കിലും പിന്നീടൊരവസരത്തിൽ പറയാമെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറുന്നു. അവളെ ഡയറക്ടർ ആക്കണമെന്ന് അവൾ നേരത്തെ റിക്വസ്റ്റ് ചെയ്തിരുന്നെങ്കിലും മാനേജർ അത് ഒഴിവാക്കിയിട്ട് മറ്റൊരു ഡയറക്ടറെ കണ്ടെത്തിയിരുന്നു. അക്കാര്യം പറഞ്ഞപ്പോൾ യൂൻസിയോളിന് കുറച്ച് നിരാശയാവുന്നുണ്ട്. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവൾ ആരെയോ വിളിച്ചിട്ട് ഓസ്കയുടെ മ്യൂസിക് ആൽബം ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് ആരാണ് എന്ന് അത്യാവശ്യമായിട്ടൊന്ന് കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അവൾ ജുവന്റെ താമസ സ്ഥലത്തേക്ക് നടക്കുന്നു. അങ്ങോട്ട് ചെന്ന സമയത്ത് തന്നെയാണ് അവൻ പുറത്തു നിന്ന് തിരികെ എത്തിയത്. അവളെ അവിടെ കണ്ട് അവൻ കുറച്ചൊന്ന് അത്ഭുതപ്പെടുന്നുണ്ട്. ഓസ്കയുടെ മാനേജറുമായി ഒരു വർക്കിന്റെ കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു, അതിനുവേണ്ടി വന്നതാണെന്നാണ് അവൾ അവനോട് പറഞ്ഞത്. എനിക്കിന്ന് കുറെ ഫ്രീ ടൈം ഉണ്ട്, അതുകൊണ്ട് കുറച്ച് സമയം ഇവിടെ ചിലവഴിക്കാൻ പറ്റും എന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും ഫ്രീ ടൈം ഉണ്ടെങ്കിൽ തനിച്ചങ്ങ് എൻജോയ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവൻ അവളെ അകത്തേക്ക് ക്ഷണിക്കാൻ പോലും തയ്യാറാവാതെ കയറി പോകുന്നു. അങ്ങനെ യൂൻസിയോളിന് ചമ്മയും മടങ്ങിയിട്ട് വരുന്നുണ്ട്. ജുവൻ അകത്തേക്ക് കയറി ചെന്നപ്പോൾ അവന്റെ ശ്രദ്ധ ആദ്യം പതിഞ്ഞത് റായും കൊടുത്ത പൈസ ടീപ്പോയുടെ പുറത്ത് വെച്ചിരുന്നതാണ്. അതെന്ത് ചെയ്യണമെന്ന് അവൻ ഇപ്പോഴും ഒരു ഐഡിയ കിട്ടുന്നില്ല. അതിലേക്ക് ഇങ്ങനെ നോക്കി നിന്ന സമയത്ത് പെട്ടെന്ന് അവന്റെ ഒരു ഐഡിയ തോന്നുന്നതിനാൽ അവന്റെ ഫ്രണ്ടായ ഡോക്ടറെ വിളിച്ചിട്ട് അന്ന് അവളെ ട്രീറ്റ് ചെയ്ത സമയത്തെ ബില്ലൊന്ന് ഒപ്പിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. പക്ഷെ ഡോക്ടറെ എനിക്ക് ഇങ്ങനെ ബില്ലുണ്ടാക്കി തരുന്നതല്ല ജോലി എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിലും അവന്റെ നിർബന്ധം കാരണം അവസാനം സമ്മതിക്കുന്നു. റായും ഇങ്ങനെ ജുവനോട് വളരെ റഫായി പെരുമാറുന്നുണ്ടെങ്കിലും അവൻ പറയുന്ന വാക്കുകളൊക്കെ അവളുടെ മനസ്സിൽ ആഴത്തിൽ പതിയുന്നുണ്ട്. അന്ന് ആക്ഷൻ സ്കൂളിലേക്ക് പോകാനായി ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു പോസ്റ്റർ കണ്ടപ്പോൾ അവളും തനിക്ക് വലിയൊരു ആക്ട്രസിനെ പോലെ ആണ് എന്ന് ജുവൻ പറഞ്ഞത് അവളുടെ മനസ്സിലേക്ക് വരുന്നു. മോഡലായിരിക്കുന്ന ആ നടിയെ പോലെ അവൾ ഇരുന്നൊക്കെ നോക്കുന്നുണ്ട്. അവൾ അന്ന് ആക്ഷൻ സ്കൂളിലെത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത ശേഷം കബോർഡിൽ നിന്ന് എന്തോ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ജുവൻ അവളുടെ പുറകിലെത്തുന്നു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അവൾ അവനെ കണ്ടുവന്ന് ഞെട്ടുന്നുണ്ട്. നിന്നോട് അങ്ങോട്ട് വരരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ, പിന്നെയും എന്തിനാണ് വന്നത് എന്ന് അവൾ ചോദിച്ചപ്പോൾ, എനിക്ക് കടങ്ങളൊന്നും ബാക്കി വെച്ചിരിക്കുന്നത് ഇഷ്ടമല്ല, എൻ്റെ ആശുപത്രി ബില്ലാണിത്,
ഇനി എനിക്ക് കുറച്ച് പൈസ കൂടി തരാനുണ്ട് എന്ന് പറഞ്ഞ് അവൻ കയ്യിലിരുന്ന ബില്ല് അവളെ കാണിക്കുന്നു. അവൾ അന്ന് കൊടുത്തതിൻ്റെ ബാക്കി ഒരു 50 രൂപയും കൂടി ഇനി ബില്ലനുസരിച്ച് അവൾ കൊടുക്കണം. അത് വാങ്ങിക്കാൻ വേണ്ടിയാണ് വന്നത് എന്ന് അവൻ പറയുന്നു. അവൾ അപ്പോൾ തന്നെ കബോർഡിൽ നിന്ന് പേഴ്സ് എടുത്ത് അത് കൊടുക്കാൻ തുടങ്ങുന്നു. പക്ഷേ അവളുടെ പേഴ്സിലാകെ 30 രൂപയെ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. അത് കൊടുത്തിട്ട് ബാക്കി 20 രൂപ പിന്നെ തരാമെന്ന് അവൾ പറയുന്നുണ്ട്. പക്ഷേ എപ്പോൾ തരും, എനിക്കിപ്പോൾ തന്നെ വേണം എന്ന് പറഞ്ഞ് അവൻ നിർബന്ധം പിടിക്കുന്നു. ആ ദേഷ്യത്തിന് അവൾ കബോർഡൊക്കെ വലിച്ചടച്ചിട്ട് നീ എന്നെ കാശ് ഇട്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് താഴേക്കിറങ്ങി പോകുന്നുണ്ട്. ദേഷ്യത്തിൽ അടച്ചിട്ട് പോയത് കാരണം അവളുടെ കബോർഡ് നന്നായി അടഞ്ഞിരുന്നില്ല. കിട്ടിയ ചാൻസ് മിസ്സാക്കാതെ അവൻ അതിനുള്ളിലൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. അവൾ അച്ഛനൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോയും വേറെ ചില ഫോട്ടോയും ഒക്കെ അതിനുള്ളിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ജുവൺ അതൊക്കെ ഫോണിൽ പകർത്തുന്നു. അത് കഴിഞ്ഞാണ് ഓസ്കയ്ക്കൊപ്പം ഒരു പെണ്ണ് ചേർന്ന് നിൽക്കുന്ന ഫോട്ടോയിൽ അവളുടെ മുഖം ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് അവൻ കണ്ടത്. ദേഷ്യം വന്ന് അവനത് ചുറ്റിക്കൂട്ടി കളയുന്നുണ്ട്. കബോർഡിനുള്ളിലുണ്ടായിരുന്ന മറ്റ് സാധനങ്ങളൊക്കെ എന്ന് അവൻ ചെക്ക് ചെയ്യുന്നു. മിക്കവാറും എല്ലാം പെയിൻ റിലീഫിനുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു. അല്ലാതെ ഒരു പെൺകുട്ടിയുടെ കബോർഡിൽ ഉണ്ടാവേണ്ട സാധനങ്ങളൊന്നും അതിലുണ്ടായിരുന്നില്ല. അവൻ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന ഫോട്ടോയിൽ അവളുടെ അച്ഛൻ്റെ ചിരിച്ച മുഖം പെട്ടെന്ന് മാറുന്നത് കാണാം. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.